അവൻ എന്റെ ഗോൾ സെലിബ്രേഷൻ കാണും. മത്സരത്തിന് മുമ്പാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ വാക്ക് പാലിച്ച് ഹോലൻഡിന്റെ മുമ്പിൽ വെച്ച് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ സൂയിസ് സെലിബ്രേഷൻ നടത്തി തന്റെ ടീമിനെ സെമി ഫൈനലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട്, ഹോലൻഡ് അനാദരവ് കൊണ്ട് നടത്തിയ സെലിബ്രേഷൻ അല്ല എന്നറിയാം, പക്ഷേ അവൻ എന്റെ സെലിബ്രേഷൻ കാണുമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്സരത്തിന്റെ 72-ാം മിനിറ്റിലാണ് അദ്ദേഹം ഗോൾ നേടി ആ ഒരു സെലിബ്രേഷൻ നടത്തിയിട്ടുള്ളത്. മത്സരത്തിൽ പോർച്ചുഗൽ 5-2 വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അഗ്രിഗേറ്റ് സ്കോർ 5-3 ആണ്. അത് മാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു പെനാൽറ്റി മിസ്സായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഓഫ് സൈഡ് ഗോളും ഉണ്ടായിരുന്നു. മറ്റുള്ള മത്സരങ്ങളുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ജർമ്മനി ഇറ്റലിയെ മറികടന്ന് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ ഒരു മത്സരം സമനിലയിലാണെങ്കിലും അഗ്രിഗേറ്റ് സ്കോർ 5-4 ആയിരുന്നു. ഇനി സ്പെയിൻ വേഴ്സസ് നെതർലാൻഡ് മത്സരം നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരവും 3-3 സമനിലയിലാണ് പിരിഞ്ഞിട്ടുള്ളത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നെതർലാൻഡിനെ മറികടന്നിട്ടാണ് സ്പെയിൻ സെമി ഫൈനലിലേക്ക് മുന്നേറിയിട്ടുള്ളത്. ഫ്രാൻസ് ക്രൊയേഷ്യ മത്സരവും പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് വിധിയായിട്ടുള്ളത്. ഫ്രാൻസ് ക്രൊയേഷ്യയെ മറികടന്നുകൊണ്ടാണ് സെമി ഫൈനലിലേക്ക് മുന്നേറിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു മത്സരങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ മത്സരത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. സെമി ഫൈനൽ മത്സരത്തിൽ ജർമ്മനി പോർച്ചുഗലിനെയും സ്പെയിൻ ഫ്രാൻസിനെയുമാണ് നേരിടുക.